വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി CPIM നീക്കം. DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. പണം നൽകുന്നതുമായി കോൺഗ്രസ് നേതാക്കളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുവെന്ന ആരോപണത്തിന് പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ സംഭാഷണം NM വിജയന്റെ കുടുംബം പുറത്തുവിട്ടു. കോൺഗ്രസ് കൈയൊഴിഞ്ഞാൽ CPIM സഹായിക്കും. NM വിജയന്റെ കുടുംബാംഗങ്ങളെ ആശുപത്രിയിലെത്തി കണ്ട ശേഷമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രതികരണം. കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. കടം തീർക്കാനുള്ള പണം നൽകാമെന്ന കരാർ ലംഘിച്ച സാഹചര്യത്തിൽ ഇനി നേതൃത്വവുമായി ചർച്ചയില്ലെന്ന് NM വിജയന്റെ കുടുംബം. അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞേക്കുന്നത് ഒന്ന് ഈ വീട് വെക്കുന്ന സ്ഥലം, പിന്നെ ഒരു ഹൈല്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഇതിലും ഉണ്ടായിരുന്നു, അത് തീർത്ത് തരും, പിന്നെ ഒരു 25 ലക്ഷം രൂപയും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ആദ്യം വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ ഇപ്പോൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാണ്ടായി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. തർക്കം തുടരുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായുള്ള ശബ്ദ സംഭാഷണം കുടുംബം പുറത്തുവിട്ടു. കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ലെന്നും പാലിക്കാൻ വേണ്ടിയാണ് കരാറെന്നും ശബ്ദ സംഭാഷണത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടക്കുന്നത്. KPCC നിർദ്ദേശപ്രകാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് NM വിജയന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയത്. പുറത്തുവന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. കുടുംബത്തോട് നീതി കാണിക്കണമെന്നാണ് താൻ നൽകിയ റിപ്പോർട്ടിൽ ഉള്ളതെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഇനി ആ റിപ്പോർട്ടിനകത്തെ വിവരം ഞാനായിട്ട് പുറത്തു പറയുന്നത് ശരിയല്ല. അത് പുറത്തു വരണമെങ്കിൽ ആ റിപ്പോർട്ട് രഹസ്യമായി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രഹസ്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ട റിപ്പോർട്ട് ആ യഥാസ്ഥലത്ത് കൃത്യമായി എത്തിച്ചിട്ടുമുണ്ട്. അതേസമയം പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നാണ് ആത്മഹത്യ ചെയ്ത മുള്ളംകൊല്ലി വാർഡംഗം ജോസ് നെല്ലയിടത്തിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.